സിനിമയെയും കഥകളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർക്ക് വെബ് സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന അമേരിക്കൻ സിനിമയെ പറ്റിയാണ്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് 7 വയസ്സുകാരിയായ മേരിയും അവളുടെ അമ്മാവൻ ഫ്രാങ്ക് അഡ്ലറും. മേരിയുടെ അമ്മയുടെ മരണശേഷം അവളെ വളർത്തുന്നത് അവളുടെ അമ്മാവൻ ഫ്രാങ്ക് ആണ്. ശാന്തമായ ഫ്ലോറിഡ പട്ടണത്തിൽ നിന്നുമാണ് കഥയുടെ തുടക്കം. തൻ്റെ സഹോദരി അതായത് മേരിയുടെ അമ്മയുടെ ജീവിതം പോലെ ആവരുതെന്ന് കരുതിയാണ് ഫ്രാങ്ക് അവളെ സാധാരണ എലമെൻ്ററി സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചത്. അസാധാരണ കഴിവുള്ള ഒരു കുട്ടി ഗണിതശാസ്ത്രജ്ഞ കൂടിയാണ് നമ്മുടെ മേരി. ഒരു സാധാരണ എലമെൻ്ററി സ്കൂളിൽ മാത്സ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ ക്ലാസ് ടീച്ചറായ ബോണി ഒരു ദിവസം ക്ലാസ്സിൽ ചെറിയ കണക്കുകൾ പഠിപ്പിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു, ഇതൊക്കെ കണക്കുകളാണോ? ഈ ചെറിയ കാൽക്കുലേഷനാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന്. ഒരു 7 വയസ്സുകാരിയുടെ ചോദ്യത്തിന് മുന്നിൽ ടീച്ചർ പകച്ചു നിന്നപ്പോൾ അവളെ പരീക്ഷിക്കാൻ വേണ്ടി കുറേ ഇക്വേഷൻ ചോദിക്കുന്നു. അവൾ അതിന് ഉത്തരം പറയുമ്പോൾ അവൾ ഗണിതത്തിൽ മിടുക്കിയാണെന്ന് തിരിച്ചറിയുന്നു. പിന്നീട് മേരിയുടെ ശ്രദ്ധേയമായ കഴിവുകൾ സ്കൂളിൽ കണ്ടെത്തുമ്പോൾ അവളുടെ കഴിവുകൾ ഇവിടെ അറിയേണ്ടതല്ല എന്നും അവളുടെ ക്ലാസ് ടീച്ചർ ബോണി ഫ്രാങ്കിനോട് അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നും അതിശയത്തിന് പകരം അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മറുപടി. അതിനു കാരണം മേരിയെ അക്കാദമിക് സമ്മർദ്ദത്തിൻ്റെ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് അവളുടെ നിഷ്കളങ്കമായ ബാല്യം ഇല്ലാതാക്കുമെന്നാണ് ഫ്രാങ്ക് വിചാരിച്ചിരുന്നത്. കുട്ടി മേരിയുടെയും അമ്മ ഒരു ഗണിതശാസ്ത്രജ്ഞയായിരുന്നു. അവളുടെ ബാല്യമെല്ലാം ഗണിതവും ജീവിതവും മാത്രമായിരുന്നു. പിന്നീട് മേരിയുടെ അമ്മ തിരഞ്ഞെടുത്തത് ആത്മഹത്യയായിരുന്നു. പക്ഷേ മേരിയുടെ മുത്തശ്ശിയും ഫ്രാങ്കിൻ്റെ അമ്മയുമായ എവ്ലിൻ അഡ്ലറിനെ തൻ്റെ മകളെപ്പോലെ തന്നെ മേരിയുടെ ബുദ്ധിപരമായ കഴിവുകൾ വളർത്തിയെടുക്കാനും മഹത്വം കൈവരിക്കാനും കഴിയുന്ന ഒരു വിപുലമായ പ്രോഗ്രാമിൽ അവളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ മകൻ ഫ്രാങ്ക് അതിന് അനുവദിക്കാത്തതുകൊണ്ട് അതിബുദ്ധിമതിയായ 7 വയസ്സുകാരി മേരിയുടെ അവകാശം നേടുന്നതിന് അമ്മാവനും മുത്തശ്ശിയും നടത്തുന്ന പരിശ്രമങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. ഈ സിനിമ ഗണിതത്തെക്കുറിച്ച് മാത്രമല്ല, സ്നേഹം, കുടുംബം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഫ്രാങ്കിൻ്റെ ആഴത്തിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചുമാണ്. ക്രിസ് ഇവാൻസ്, മക്കന്ന ഗ്രേസ്, ലിൻസെ ഡ്യൂക്കൻ, ജെന്നി സ്ലൈറ്റ്, ഒക്ടവിയ സ്പെൻസർ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. 2017 ഏപ്രിൽ 7 പുറത്തിറങ്ങിയ ഈ സിനിമ $23.7 മില്യൺ വരെ കളക്ഷൻ നേടി.